السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. ബഹുമാനപ്പെട്ട ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹുവിൻ്റെ തൊട്ട് ഇമാം അഹ്മദ് റളിയല്ലാഹുവിന് റിപ്പോർട്ട് ചെയ്ത ഹദീസായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, ലൈസ മിൻ അമലി യൗമിൻ ഇല്ലാ വഹുവ യുഖ്തമു അലൈഹി. മനുഷ്യ ചെയ്ത ഓരോ നാളിൻ്റെ അമലുകൾ ആ അമലിൻ്റെ മേൽ സീലാക്കപ്പെട്ടു വെച്ചെങ്കിൽ ഓരോ നാളും അതിനെ പാക്കാക്കിയിട്ട് എടുത്തു വയ്ക്കപ്പെട്ടു. ഫൈദാ മരിലൽ മുഅ്മിനു ഖാലത്തിൽ മലായിക്കത്തു യാ റബ്ബന അബ്ദുക ഫുലാനുൻ ഖദ് ഹബസ്തഹു. ഓരോ നാളും മനുഷ്യരെ അമലുകൾ അതിലൊരു പാക്കാക്കിയിട്ട് അതൊക്കെ സീൽ വെച്ചിട്ട് അങ്ങനെ അതിൽ എടുത്തു വയ്ക്കപ്പെട്ടു എങ്കിൽ ഒരു നാൾ ഒരു മുഅ്മിനായ മനുഷ്യ അയാളെപ്പോഴും ചെയ്ത അമൽ ചെയ്യുകയില്ല. കാരണം അയാൾ രോഗിയായിട്ട്. അപ്പോൾ സഹജമായിട്ട് മലക്കുകൾ അല്ലാഹുവിട്ട് ചെല്ലാറ്, ഓ അല്ലാഹ്, ഓ റബ്ബേ, നിൻ്റെ ഇന്ന ഒരു അടിമ അയാൾക്ക് ഇതിൻ്റെ അമൽ ചെയ്യുകയായിട്ടില്ല. കഥ ഹബസ്തഹു, അയാൾ അമൽ ചെയ്യാത്ത പോലെ നീ അയാളുടെ തടഞ്ഞിര ചെന്നെങ്കിൽ നീ രോഗ കൊടുത്തിര അയാൾ അമൽ ചെയ്യുകയായിട്ടില്ല. അപ്പോൾ യഖൂലു റബ്ബു, അപ്പോൾ അള്ളാഹു ചൊല്ല, റബ്ബു ചൊല്ല്, ഇഖ്തിമു ലഹു അലാ മിസ്രി അമലിഹി ഹത്താ യബ്റഅ ഔ യമൂത്ത. അയാൾ ദൈനംദിന ചെയ്തതായ അമൽ പോലത്തെ ഒരു അമലിനെ അയാൾക്ക് പാക്കാക്കിയിട്ട് സീൽ വെക്കറും. എവിടത്തോളം അയാൾ ഉഷാറാവണം അല്ലെങ്കിൽ അയാൾ മരിക്കത്തോളും അയാൾക്ക് ഫ്രീ ആയിട്ട് അയാളുടെ അമലിൻ്റെ എഴുതപ്പെട്ടുകൊണ്ട് അള്ളാഹു ചെല്ല. അപ്പോൾ സാധാരണയായിട്ട് ഒരു മുഅ്മിനായ മനുഷ്യ അയാൾ നാളും ഇത്തരത്തിൽ അമലുണ്ട് അയാൾ ഒരു കണക്കിക്കിടല്ലേ. സുബൈരെ പിടിച്ചിട്ട് ജാവത്തോളും അയാൾ കുറേ സൽക്കർമ്മ ചെയ്ത് 5 വക്ത് നിസ്കരിക്കൽ, ജമാഅത്തായിട്ട് നിസ്കരിക്കൽ, പള്ളിക്ക് പണ്ട് ആ പള്ളിക്ക് പറയുമ്പോൾ ഓരോ ഹജ്ജും അയാൾ കൂലിക്കിട്ട് എണ്ടിക്കൽ. അതുപോലെ ഉളു എടുക്കൽ, പിന്നെ ഖുർആൻ ഓതൽ, ദിക്ർ ചൊല്ലൽ, സുന്നത്ത് നിസ്കരിക്കൽ, സ്വതക്ക ചെയ്ത്, ഇങ്ങനെ ഒരു 4 ഇത്തരം അമലുണ്ടിക്കൽ. അങ്ങനെ കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ അയാൾക്ക് പെട്ടെന്നായിട്ട് അയാൾക്ക് ഒരു രോഗമുണ്ട്, നല്ലൊരു പനി പിടിക്കൽ, അയാൾക്ക് പനിമുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ദുരന്തത്തിൽ പെട്ടിട്ട് അയാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. ഇപ്പം അയാൾക്ക് പള്ളിക്ക് പറയാവില്ല, നിസ്കരിക്കും കഷ്ടമാവും, ഖുർആൻ ഓതുകാവില്ല. അങ്ങനെ കുറേ നാൾ ഇങ്ങനെ സീക്കലായിട്ട് അയാൾ പനി പിടിച്ചിട്ട് ആ ഒത്തിരി ബാക്കിയാവും. അപ്പെല്ലാം ഈ സഹജമായ പ്രശ്നമുണ്ട്. നാളും അയാളുടെ ഇത്തരത്തിൽ അമലിട്ട് അതിനെ പാക്കാക്കിയിട്ട് അതിൽ സീൽ വെച്ചിട്ട് കിടാറ് മലക്ക്. അപ്പോൾ രോഗിയായ സന്ദർഭത്തിൽ അയാൾക്ക് അമൽ ചെയ്യുക ആവാത്തത് കൊണ്ട് അത് പെൻഡിങ് ആവും. സഹജമായിട്ട് അള്ളാഹുവിട്ട് മലക്ക് ചെല്ലാറ് പഠിച്ചവൻ ഇന്നാലെന്ന വ്യക്തി ഡെയിലി അയാൾ ഇത്തരത്തിൽ അമൽ കഴിഞ്ഞിട്ട് അതിലെല്ലാം ഞങ്ങൾ പാക്കാക്കിയിട്ട് സീൽ വെച്ചിട്ടിരുന്ന ഇന്ന് നോക്കുമ്പോൾ അയാൾ അമൽ ചെയ്യുക ആയിട്ടില്ല. കാരണം അയാൾ ഉഷാറിലുണ്ടായിട്ട് അയാൾക്ക് നീ കൊടുത്ത രോഗമായിട്ട് അത് കാരണമായിട്ട് അയാൾക്ക് അമൽ ചെയ്യുക ആയിട്ടില്ല. അപ്പായിരിക്കട് റബ്ബു ഈ നാളും അമൽ ചെയ്ത വ്യക്തിക്ക് വേനായിട്ട് അള്ളാഹുടെ മക്കളുടെ വലിയൊരു പാക്കേജ് ആയിട്ട് നാളും അയാൾ എത്ര അമൽ ചെയ്ത് അത്ര അമലിൻ്റെ അയാളെ ഏഴിൽ എഴുതറും അഥവാ അയാൾക്ക് പാക്കാക്കി കൊടുക്കറും. അയാൾ 10 നാൾ ഉഷാറിലുണ്ടായെങ്കിൽ 10 നാളും അയാൾക്ക് ജമാഅത്ത് വന്ന കൂലിയുണ്ട്, ഖുർആൻ ഓതിയ കൂലിയുണ്ട്, അതുപോലെ മജ്ലിസുകളും പോയ അതിൽ എല്ലാ കൂലിയും അയാൾക്ക് അള്ളാഹു കൊടുക്കണം. അപ്പോൾ ഇത് അള്ളാഹുടെ മക്കളുടെ വലിയൊരു ഫളലായിട്ട് ഔദാരിയായിട്ട് അടിമകൾക്ക് അള്ളാഹു ചെയ്തത്. അപ്പോൾ മനുഷ്യരായ ഞങ്ങൾ ഒരു നാൾ ഇത്ര അമലുണ്ടങ്ങ കഴിഞ്ഞിട്ടിരിക്കണം, ദായമായിട്ട് ചെയ്യണം. ഞങ്ങളെ ദൈനംദിന ജീവിതത്തിൽ ഇത്ര അമലുണ്ടങ്ങ കഴിഞ്ഞിട്ടിരുന്നിട്ടായെങ്കിൽ ആ അമൽ ഒരു നാൾ സ്റ്റോപ്പാവിടെ ഒരു അവസ്ഥ ഉണ്ടാവും. അതെങ്ങനെ സ്റ്റോപ്പാവിടെ ചിലപ്പോൾ ഞങ്ങൾക്ക് എന്താവും, പിന്നെ ഉഷാറിലിട്ട് അവിടെ രോഗിയായിട്ട് ഞങ്ങൾ ബാക്കിയാവണം. ആരും രോഗിയാവേണ്ട ബാക്കിയാവില്ലല്ലേ, എല്ലാവർക്കും രോഗപറവുണ്ട്. അല്ലെങ്കിൽ ഭയങ്കര ഞങ്ങൾ എന്തെങ്കിലും ഒരു ബിസിൽ ബാക്കിയാവിടാം, ചിലപ്പോൾ അവത്തുള്ളൂ മങ്ങിലായിട്ടിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു
ഒരു യാത്ര പുറപ്പെട്ടുള്ള അവസ്ഥയിൽ ആ സമയത്തെല്ലാം നിങ്ങൾക്ക് ജമാഅത്ത് പങ്കെടുക്കാവില്ലേ, നിങ്ങൾക്ക് നിങ്ങൾ നിരിച്ച പോലെ ഖുർആൻ ഓതുകാവില്ലേ, സുന്നത്ത് നിസ്കരിക്കാവില്ലേ. അപ്പം ഒന്നും നിങ്ങൾക്ക് പേടിക്കൊണ്ടില്ല. കാരണം ആ സന്ദർഭത്തെല്ലാം അള്ളാഹുടെ ഭാഗത്തിൽ ഞങ്ങൾ എങ്ങനെ നാളും അമൽ ചെയ്യണമോ ആ അമലെല്ലാം ഞങ്ങൾക്ക് അള്ളാഹു ഓരോ നാളുടെ ഇത്തരത്തിൽ അമലായിട്ട് അള്ളാഹു എൽദറ ഞങ്ങൾക്കത് ഫ്രീ ആയിട്ട് കിട്ടുക, അത് റബ്ബിടെ ഔദാരിയായിട്ട് കിട്ടും. അതുകൊണ്ടായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന് പിന്നെ ഫറാഗക്ക ഖബ്ല ശുഗലിക്ക, നിൻ്റെ ഒഴിവ് സമയത്തെല്ലാം നീ എന്താക്ക് നല്ല ബെനിഫിറ്റ് എടുത്തോളൂ, ചിലപ്പോൾ നീ പിന്നെ ബിസിയായി പോവേ. അതുപോലെ പിന്നെ സിഹത്തൊക്കെ കബല സക്കമിക്കാൻ, നിൻ്റെ ആരോഗ്യത്തെ സമയത്ത് പ്രയോജനം എടുത്തോളൂ. കബല സക്കമിക്കാൻ നീ രോഗി അവിടെ മുന്നോട്ട്. അപ്പോൾ ആരോഗ്യത്തെ സമയത്തിൽ ഞങ്ങൾ എത്ര ഇബാദത്ത് ചെയ്യാനിട്ടായെങ്കിൽ പിന്നെ രോഗിയായപ്പോൾ ഞങ്ങൾക്ക് ടെൻഷനാക്കുകയില്ല. ആ സന്ദർഭത്തിലെല്ലാം അള്ളാഹുടെ ഭാഗത്തിൽ ഫ്രീ ഞങ്ങൾക്ക് കിട്ടും, ഫ്രീ ആയിട്ട് അമൽ ഞങ്ങൾക്ക് എഴുതപ്പെട്ടു. ആരോഗ്യത്തെ സമയത്തിൽ അമൽ ചെയ്യാണ്ട് തെണ്ടി നടന്നെങ്കിൽ ഞങ്ങൾ ലേസിനെസ് കാട്ടിയിട്ടായെങ്കിൽ രോഗിയായ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടെത്തും. അപ്പോൾ ബിസിയുടെ സന്ദർഭത്തിൽ പിന്നെ ഫ്രീ ഉള്ള സന്ദർഭത്തിലെല്ലാം ഉള്ള സമയമെല്ലാം വേസ്റ്റാക്കിയിട്ട് പിന്നെ സോഷ്യൽ മീഡിയത്തിനും അതിനും ഇതിനും വെറുതെ അനാവശ്യ ചർച്ചയിലായിട്ട് ബാക്കിയായെങ്കിൽ പിന്നെ ബിസി അവിടെ ചില സന്ദർഭം ഉണ്ടാവും. ആ സന്ദർഭത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടില്ലാം. അതുകൊണ്ട് ഉള്ള സമയത്ത് നല്ല പ്രയോജനം എടുത്തിട്ട് നല്ല അമൽ ചെയ്യുക, സൽക്കർമ്മം ചെയ്യുക. ഞാൻ എപ്പോഴും റെഡി ആവണം. ഒരു നാല് ഇത്ര ഞാൻ അമൽ ചെയ്തേ, 400 സ്വലാത്ത് ചെല്ലുടെ, അല്ലെങ്കിൽ 1000 ദിക്ർ ചെല്ലുടെ, അല്ലെങ്കിൽ ഇത്ര പേജ് ഖുർആൻ ഓതരെ, അതുപോലെ എല്ലാ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കടെ, അതുപോലെ 5 വക്ത് പള്ളിക്ക് ഞാൻ നിർബന്ധമായിട്ടും പോകണ്ടേ. ഇങ്ങനെ ഞങ്ങളൊരു ദൃഢനിശ്ചയമാക്കിയിട്ട് ഓരോ നാളും ഇത്ര അമൽ ചെയ്തിട്ട് വെക്കണം. അത് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരമായിട്ട് ചെന്നെങ്കിൽ ഞങ്ങൾ രോഗിയായിട്ട് കിടക്കുമ്പോൾ ഞങ്ങൾക്കത് ധർമ്മത്തായിട്ട് ഞങ്ങൾ കിതാബിൽ എഴുതപ്പെട്ടത്. അപ്പോൾ മരിക്കത്തോളൂ ചൊന്തല്ലേ ഹത്താ യബ്ര ഔ യമൂത്താൻ, ഗുണമാവത്തോളൂ, രോഗവാസിയാവത്തോളൂ, അല്ലെങ്കിൽ മരിക്കത്തോളൂ. ചിലപ്പോൾ ചില സന്ദർഭത്തിൽ എന്തെങ്കിലും വലിയൊരു രോഗം വന്നിട്ടായെങ്കിൽ ഞങ്ങൾ വർഷഘട്ടിൽ ബെഡിൽ കിടക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് മുന്നിൽ ഞങ്ങൾ കൃത്യമായിട്ട് 5 വക്ത് പള്ളിയിൽ പോയിട്ടായെങ്കിൽ ഞങ്ങൾ വലിയ ഭാഗ്യമായി പോയിട്ട് കറക്റ്റ് ഖുർആനുള്ള ഓതിയിട്ട് ഇന്ന ബാക്കിയെല്ലാം സൽക്കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് എഴുതപ്പെട്ടൊരു എന്തൊരു ഭാഗ്യം നോക്കറും. അള്ളാഹു നമുക്ക് നല്ല ആരോഗ്യം ആഫിയത്ത് തരട്ട്. ഞങ്ങളെ ഒഴിവ് സമയവും ആരോഗ്യത്തെ സമയത്തെയും പടച്ച റബ്ബടെ പൊരുത്തത്തിലായിട്ട് വിനിയോഗിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.